നമസ്കാരം. +2 സുവോളജിയിലെ ഹ്യൂമൻ റീപ്രൊഡക്ഷൻ, റീപ്രൊഡക്റ്റീവ് ഹെൽത്ത്, പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഹെറിറ്റൻസ് ആൻഡ് വേരിയേഷൻ എന്നീ ചാപ്റ്ററുകൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 4ാമത്തെ ചാപ്റ്ററായ മോളിക്കുലാർ ബേസിസ് ഓഫ് ഇൻഹെറിറ്റൻസ് ആണ്. മോളിക്കുലാർ ബേസിസ് ഓഫ് ഇൻഹെറിറ്റൻസ്, പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഹെറിറ്റൻസ് ആൻഡ് വേരിയേഷൻ എന്ന ചാപ്റ്ററിൻ്റെ ഒരു തുടർച്ചയായ ചാപ്റ്ററാണിത്. നമ്മുടെ +2 സുവോളജിയിലെ ഏറ്റവും വലിയ ചാപ്റ്ററാണിത്. തുടക്കം മുതൽ ശ്രദ്ധിച്ച് പോയാൽ മാത്രമാണ് ഈ ചാപ്റ്റർ മൊത്തത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. വളരെയധികം വെയിറ്റേജ് ഉള്ള ഒരു ചാപ്റ്ററാണിത്. ഒരുപാട് ചോദ്യങ്ങൾ എക്സാമിന് വരും. അപ്പോൾ നമ്മൾ ചാപ്റ്ററിലേക്ക് പോവാം. ഇതിൻ്റെ മുമ്പുള്ള ചാപ്റ്ററിൽ ഇൻഹെറിറ്റൻസുമായിട്ട് ബന്ധപ്പെട്ട കുറേ ലോസുകൾ, പ്രിൻസിപ്പിളുകൾ തുടങ്ങിയവ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. എന്നാൽ ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് അതിൻ്റെ മോളിക്കുലാർ ലെവലിലുള്ള സ്റ്റഡിയാണ്. ആദ്യം നമ്മൾ DNA-യുടെ കെമിക്കൽ സ്ട്രക്ചറാണ് ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത്. കെമിക്കൽ സ്ട്രക്ചർ ഓഫ് DNA. ഫസ്റ്റ് ഇയറിൽ ബയോമോളിക്യൂൾസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നമ്മൾ ഇതൊന്ന് ബ്രീഫായിട്ട് പഠിച്ചിട്ടുണ്ട്. അതുതന്നെയാണ് ഇവിടെ നമ്മൾ റിപ്പീറ്റ് ചെയ്യുന്നത്. DNA നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത് 2 പോളിന്യൂക്ലിയോടൈഡ് ചെയിനുകൾ കൊണ്ടാണ്. അഥവാ DNA നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത് ഒരുപാട് ന്യൂക്ലിയോടൈഡുകൾ കൊണ്ടാണ്. ഓരോ ന്യൂക്ലിയോടൈഡുകളും 3 കമ്പോണന്റുകൾ കൊണ്ടാണ് നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത്. നൈട്രജൻ ബേസസ്, പെന്റോ ഷുഗർ, ഫോസ്ഫേറ്റ് ഗ്രൂപ്പ്. ഇതിലെ നൈട്രജൻ ബേസുകൾ 2 തരത്തിലുണ്ട്. പ്യൂരിൻസ് ഉണ്ട്, പിരമിഡിൻസ് ഉണ്ട്. പ്യൂരിൻസ് ആണ് അഡിനിൻ, ഗോനിൻ. നമ്മൾ ഷോർട്ടായിട്ട് AG എന്ന് പറയും. പിരമിഡിനുകളാണ് തൈമിൻ, സൈറ്റോസിൻ. ഷോർട്ടായിട്ട് നമ്മൾ TC എന്ന് പറയും. ഇത് DNA-യുടെ കെമിക്കൽ സ്ട്രക്ചറാണ്. RNA ആകുമ്പോൾ ഈ തൈമിന് പകരം യുറാസിലായിരിക്കും ഉണ്ടാവുക. നമ്മൾ ഈ ചാപ്റ്ററിലാണ് അതിൻ്റെ ഡിഫറൻസ് ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് പറയാം. 2ാമത്തെ കമ്പോണൻ്റാണ് പെന്റോ ഷുഗർ. DNA-യിലുള്ള പെന്റോ ഷുഗർ ഡിയോക്സി റൈബോസ് ഷുഗറാണ്. അതിൽ നിന്നാണ് DNA-ക്ക് ഈ പേര് വന്നത്. ഡിയോക്സി റൈബോസ് ന്യൂക്ലിക് ആസിഡ്. അതിൻ്റെ ഷോർട്ട് ഫോമാണ് DNA. 3ാമത്തെ കമ്പോണൻ്റാണ് ഫോസ്ഫേറ്റ് ഗ്രൂപ്പ്. ഇങ്ങനെ നൈട്രജൻ ബേസസ്, പെന്റോ ഷുഗർ, ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് എന്നിവ ചേർന്ന ന്യൂക്ലിയോടൈഡ്. അങ്ങനെ ഒരുപാട് ന്യൂക്ലിയോടൈഡുകൾ ചേർന്ന പോളിന്യൂക്ലിയോടൈഡ് ചെയിൻ. അത്തരത്തിലുള്ള 2 പോളിന്യൂക്ലിയോടൈഡ് ചെയിൻ ചേർന്നതാണ് DNA. ഇവിടെ ഒരു നൈട്രജൻ ബേസും പെന്റോ ഷുഗറും ഗ്ലൈക്കോസൈഡിക് ലിങ്കേജ് വഴി കൂടിച്ചേർന്നാൽ അതൊരു ന്യൂക്ലിയോസൈഡാണ്. ഒരു നൈട്രജൻ ബേസും ഇതിലേതെങ്കിലും ഒരു നൈട്രജൻ ബേസും പെന്റോ ഷുഗറും ഗ്ലൈക്കോസൈഡിക് ലിങ്കേജ് വഴി കൂടിച്ചേർന്നാൽ ഇതൊരു ന്യൂക്ലിയോസൈഡാണ്. ആ ന്യൂക്ലിയോസൈഡിൻ്റെ കൂടെ ഒരു ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് ഫോസ്ഫോ എസ്റ്റർ ലിങ്കേജ് വഴി കൂടിച്ചേർന്നാൽ അതൊരു ന്യൂക്ലിയോടൈഡാവും. ഇത് 2 ചേർന്ന ന്യൂക്ലിയോസൈഡ്, അതിൻ്റെ കൂടെ ഒരു ഫോസ്ഫേറ്റ് ഗ്രൂപ്പും കൂടി കൂടിച്ചേർന്നാൽ ന്യൂക്ലിയോടൈഡാവും. അങ്ങനെയുള്ള ഒരുപാട് ന്യൂക്ലിയോടൈഡുകൾ ചേർന്നാണ് പോളിന്യൂക്ലിയോടൈഡ് ചെയിൻ. അങ്ങനത്തെ 2 പോളിന്യൂക്ലിയോടൈഡ് ചെയിൻ ചേർന്നാണ് DNA. അഡിനിൻ എന്ന് പറയുന്ന നൈട്രജൻ ബേസും ഷുഗറും കൂടി ചേരുമ്പോൾ ഡിയോക്സി അഡിനോസിൻ എന്ന് പറയുന്ന ന്യൂക്ലിയോസൈഡ് ഉണ്ടാവും. ഡിയോക്സി ഗോനോസിൻ മറ്റൊരു ന്യൂക്ലിയോസൈഡാണ്. ഡിയോക്സി തൈമിഡിൻ മറ്റൊരു ന്യൂക്ലിയോസൈഡാണ്. ഡിയോക്സി സൈറ്റിഡിൻ മറ്റൊരു ന്യൂക്ലിയോസൈഡാണ്. ഈ ന്യൂക്ലിയോസൈഡുകൾ കൂടെ ഫോസ്ഫോ എസ്റ്റർ ലിങ്കേജുമായി ഒരു ഫോസ്ഫേറ്റ് ഗ്രൂപ്പും കൂടി കൂടിച്ചേരുമ്പോഴാണ് ന്യൂക്ലിയോടൈഡ് ആവുക. ഡിയോക്സി അഡ്നൈലിക് ആസിഡ്, ഡിയോക്സി ഗോനൈലിക് ആസിഡ്, ഡിയോക്സി സൈറ്റിഡിലിക് ആസിഡ്, ഡിയോക്സി തൈമിഡിലിക് ആസിഡ്. ഇതൊക്കെയാണ് ന്യൂക്ലിയോടൈഡുകൾ. ഈ ന്യൂക്ലിയോടൈഡുകൾ ഫോസ്ഫോ ഡയസ്റ്റർ ലിങ്കേജുമായി കൂടിച്ചേരുമ്പോൾ പോളി ന്യൂക്ലിയോടൈഡ് ചെയിനാവും. അത് ഈ ഒരു ചിത്രത്തിലേക്കൊന്ന് ശ്രദ്ധിക്കൂ.
ഒരു ന്യൂക്ലിയോടൈഡ് ചെയിനിൻ്റെ സ്ട്രക്ചറാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു, ഒരു നൈട്രജൻ ബേസും പെൻറ്റോ ഷുഗറും ഗ്ലൈക്കോസൈഡിക് ലിങ്കേജുമായി കൂടിച്ചേർന്നാൽ ഇതൊരു ന്യൂക്ലിയോസൈഡായി. ആ ന്യൂക്ലിയോസൈഡിൻ്റെ കൂടെ ഫോസ്ഫോ എസ്റ്റർ ലിങ്കേജുമായി ഒരു ഫോസ്ഫേറ്റ് ഗ്രൂപ്പും കൂടി കൂടിച്ചേർന്നാൽ ഇതൊരു ന്യൂക്ലിയോടൈഡായി. ഇതാണ് ഒരു ന്യൂക്ലിയോടൈഡ്. ഇത് മറ്റൊരു ന്യൂക്ലിയോടൈഡാണ്. ഇവിടെ തൈമിൻ എന്ന് പറയുന്ന നൈട്രജൻ ബേസ് ഉണ്ട്, ഡിയോക്സി റൈബോ ഷുഗർ ഉണ്ട്, ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് ഉണ്ട്. ഇത് മൂന്നും കൂടി ചേർന്നാൽ മറ്റൊരു ന്യൂക്ലിയോടൈഡായി. ഇതാണ് ടൈമിഡിലിക് ആസിഡ്. ഇത് ഗോനിൻ എന്ന് പറയുന്ന നൈട്രജൻ ബേസും പെൻറ്റോ ഷുഗറും ഫോസ്ഫേറ്റ് ഗ്രൂപ്പും കൂടി ചേർന്ന ഗോനൈലിക് ആസിഡ് എന്ന് പറയുന്ന ന്യൂക്ലിയോടൈഡാണ്. ഇത് സൈറ്റോസിൻ എന്ന് പറയുന്ന നൈട്രജൻ ബേസും പെൻറ്റോ ഷുഗറും ഫോസ്ഫേറ്റ് ഗ്രൂപ്പും കൂടി ചേർന്ന സൈറ്റിഡിലിക് ആസിഡ് എന്ന് പറയുന്ന ന്യൂക്ലിയോടൈഡാണ്. ഇങ്ങനെ പല ന്യൂക്ലിയോടൈഡുകൾ ഇവിടെ ഉണ്ട്. ഇതിലെ 2 ന്യൂക്ലിയോടൈഡുകൾ തമ്മിൽ ഫോസ്ഫോ ഡയസ്റ്റർ ബോണ്ടുമായി കൂടി ചേർന്നാൽ ഇതൊരു ഡൈ ന്യൂക്ലിയോടൈഡായി. മൂന്നാമത്തെ ഒരു ന്യൂക്ലിയോടൈഡും കൂടി ചേർന്നാൽ ഇതൊരു ട്രൈ ന്യൂക്ലിയോടൈഡായി. അങ്ങനെ ഒരുപാട് ന്യൂക്ലിയോടൈഡുകൾ ഫോസ്ഫോ ഡയസ്റ്റർ ബോണ്ടുമായി കൂടി ചേർന്നാൽ ഇതൊരു പോളി ന്യൂക്ലിയോടൈഡ് ചെയിനായി. അങ്ങനെയുള്ള 2 പോളി ന്യൂക്ലിയോടൈഡ് ചെയിൻ ചേർന്നതാണ് DNA. ഈ DNAയുടെ ഒരു എൻഡിൽ ഫ്രീ ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് ഉണ്ടാവും. അത് ഒരു റൈബോ ഷുഗറിൻ്റെ 5' എൻഡിലാണ് ആ ഒരു ഫ്രീ ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് ഉണ്ടാവുക. അതാണ് DNAയുടെ 5' എൻഡ്. എന്നാൽ മറ്റേ എൻഡിൽ പെൻറ്റോ ഷുഗറിൻ്റെ ഒരു 3' OH ഗ്രൂപ്പ് ഉണ്ടാവും, ഫ്രീ 3' OH ഗ്രൂപ്പ്. ഇതാണ് DNAയുടെ 3' എൻഡ്. അപ്പോൾ ഏതൊരു പോളിന്യൂക്ലിയോടൈഡ് ചെയിനിനും ഒരു എൻഡ് 5' എൻഡായിരിക്കും, മറ്റേത് 3' എൻഡായിരിക്കും. 5' എൻഡ് എന്ന് പറഞ്ഞാൽ അവിടെ ഒരു ഫ്രീ ഫോസ്ഫേറ്റ് ഗ്രൂപ്പാണ് കാണുക. 3' എൻഡിൽ ഫ്രീ OH ഗ്രൂപ്പാണ് ഉണ്ടാവുക. DNAക്ക് 2 പോളിന്യൂക്ലിയോടൈഡ് ചെയിൻ ഉണ്ടെന്ന് പറഞ്ഞു. രണ്ടാമത്തെ ചെയിന് ഇതിൻ്റെ ആൻറ്റി പാരലലായിരിക്കും. കാരണം ഇവിടെ 3' എൻഡും ഇവിടെ 5' എൻഡും. ഇങ്ങനെ 2 ആൻറ്റി പാരലലായ പോളിന്യൂക്ലിയോടൈഡ് ചെയിൻ ചേർന്നാണ് DNA. 2 പോളിന്യൂക്ലിയോടൈഡ് ചേർന്നാണ് DNA എന്ന് പറഞ്ഞു. അതിലെ ഒന്ന് 5' to 3' ഡയറക്ഷനിലാണെങ്കിൽ മറ്റേത് 3' to 5' ഡയറക്ഷനിലായിരിക്കും. അഥവാ 2 ചെയിനും ആൻറ്റി പാരലലായിരിക്കും. ഇനി ഇവിടെ അഡിനിൻ എന്ന് പറയുന്ന നൈട്രജൻ ബേസും തൈമിൻ എന്ന് പറയുന്ന നൈട്രജൻ ബേസുമാണ് ബേസ് പെയർ ആവുക. ഈ 2 പോളിന്യൂക്ലിയോടൈഡ് ചെയിനുകളെ തമ്മിൽ പരസ്പരം ബന്ധിപ്പിക്കുന്നത് ഈ നൈട്രജൻ ബേസുകൾ തമ്മിലുള്ള ബേസ് പെയേഴ്സാണ്. അഡിനിനും തൈമിനും 2 ഹൈഡ്രജൻ ബോണ്ട് വഴിയാണ് കൂടിച്ചേരുക. എന്നാൽ സൈറ്റോസിനും ഗോനിനും ട്രിപ്പിൾ ഹൈഡ്രജൻ ബോണ്ട് വഴിയാണ് കൂടിച്ചേരുക. ഇങ്ങനെ നൈട്രജൻ ബേസുകൾ കൂടിച്ചേർന്ന് ഇത് ബേസ് പെയേഴ്സ് ആവും. എപ്പോഴും അഡിനിൻ തൈമിനായിട്ടും സൈറ്റോസിൻ ഗോനിനുമായിട്ടാണ് ബേസ് പെയർ ആവുക. തൈമിൻ അഡിനിനായിട്ടും സൈറ്റോസിൻ ഗോനിനുമായിട്ടും. അക്കോർഡിംഗ് ടു എർവിൻ ചെർഗാഫ്സ് റൂൾ in DNA, the proportion of A is equal to T and the proportion of G is equal to C. ഇതാണ് എർവിൻ ചെർഗാഫ്സ് റൂൾ. ഈ റൂള് മനസ്സിലാവാൻ വേണ്ടി നമുക്ക് ഒരു പ്രോബ്ലം ചെയ്തു നോക്കാം. പ്രോബ്ലം ഇതാണ്. ഇൻ എ ഡബിൾ സ്റ്റാൻഡേർഡ് DNA, adenine is equal to 30%. Find out the cytosine present in it. ഒരു ഡബിൾ സ്റ്റാൻഡേർഡ് DNAയിൽ അഡിനിൻ 30% എങ്കിൽ അതിലുള്ള സൈറ്റോസിൻ എത്ര ശതമാനമായിരിക്കും? ഇതൊന്ന് ചെയ്തു നോക്കാം. അഡിനിൻ 30% തൈമിനും 30% എർവിൻ ചെർഗാഫ്സ് റൂൾ അനുസരിച്ച് അഡിനിൻ 30% തൈമിൻ 30%. കാരണം അഡിനിനും തൈമിനുമാണ് ബേസ് പെയർ ആവുക. അപ്പോൾ അഡിനിൻ എത്രയാണോ അത്ര തന്നെ ആയിരിക്കും തൈമിൻ. അപ്പോൾ അഡിനിനും തൈമിനും കൂടി 60% ഉള്ളത്. അങ്ങനെയാണെങ്കിൽ ഗോനിനും സൈറ്റോസിനും കൂടി 100 - 60 = 40%.
അഡിനിനും തൈമിനും കൂടി 60% ഉണ്ടെങ്കിൽ ഗുവാനിനും സൈറ്റോസിനും കൂടി 100 - 60 40% ആയിരിക്കും. നമ്മളോട് കണ്ടെത്താൻ പറഞ്ഞത് സൈറ്റോസിൻ എത്ര ശതമാനമാണെന്നാണ്. അപ്പോൾ സൈറ്റോസിൻ = 40/2 അഥവാ 20%. ഇതാണ് ഈ പ്രോബ്ലത്തിൻ്റെ ഉത്തരം. ഇങ്ങനെ നമുക്ക് വളരെ സിമ്പിളായിട്ട് ഇത്തരത്തിലുള്ള ഏത് പ്രോബ്ലം വന്നാലും എളുപ്പത്തിൽ ഉത്തരം കണ്ടെത്താൻ പറ്റും. നിങ്ങൾക്ക് ചെയ്ത് നോക്കാൻ ഒരു പ്രോബ്ലം കൂടി തരാം. In a double stranded DNA, guanine = 15%. Find out the thymine present in it. ഒരു ഡബിൾ സ്റ്റാൻഡേർഡ് ഡി എൻ എയുടെ ഗോനിൻ 15% ആണെങ്കിൽ തൈമിൻ എത്ര ശതമാനമായിരിക്കും? നിങ്ങൾ ജസ്റ്റ് ഒന്ന് അത് ചെയ്ത് നോക്കുക, സ്വന്തമായിട്ടൊന്ന് ചെയ്ത് നോക്കുക. വളരെ എളുപ്പമാണ്. ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ബോർഡ് എക്സാമിനും വരാം, എൻട്രൻസുകൾക്കൊക്കെ വരാം. ഫ്രെഡറിക് മിഷർ എന്ന് പറയുന്ന സയൻറ്റിസ്റ്റ് 1869 ആണ് ആദ്യമായിട്ട് ഡി എൻ എയെ ഐഡൻറ്റിഫൈ ചെയ്തത്. അന്ന് അദ്ദേഹം ഡി എൻ എ ന്യൂക്ലിൻ എന്നാണ് വിളിച്ചത്. ഫ്രെഡറിക് മിഷർ ഐഡൻറ്റിഫൈഡ് ഡി എൻ എ ആൻഡ് നെയ്മഡ് ഇറ്റ് ആസ് ന്യൂക്ലിൻ. അതിനുശേഷം 1953 1953 ജെയിംസ് വാട്സണും ഫ്രാൻസിസ് ക്രിക്കും ഡി എൻ എക്ക് ഡബിൾ ഹെലിക്സ് മോഡൽ പ്രപ്പോസ് ചെയ്തത്. വളരെ ഫേമസ് ആയ ഡബിൾ ഹെലിക്സ് മോഡൽ ഓഫ് ഡി എൻ എ പ്രപ്പോസ്ഡ് ബൈ വാട്സൺ ആൻഡ് ക്രിക്ക്. ഇവർ എക്സ്റേ ഡിഫ്രാക്ഷൻ ഡാറ്റ വഴിയാണ് ഡി എൻ എക്ക് ഡബിൾ ഹെലിക്കൽ സ്ട്രക്ചറാണെന്ന് കണ്ടെത്തിയത്. വിൽക്കിൻസ്, ഫ്രാങ്ക്ലിൻ എന്നീ 2 സയൻറ്റിസ്റ്റുകളാണ് എക്സ്റേ ഡിഫ്രാക്ഷൻ ടെക്നിക്ക് പ്രപ്പോസ് ചെയ്തത്. അതിനെ ബേസ് ചെയ്തുകൊണ്ടാണ് വാട്സണും ക്രിക്കും ഡി എൻ എക്ക് ഡബിൾ ഹെലിക്കൽ സ്ട്രക്ചറാണെന്ന് പ്രപ്പോസ് ചെയ്തത്. ഇതാണ് ഫ്രെഡറിക് മിഷർ ഡി എൻ എ ആദ്യമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യുകയും ന്യൂക്ലിൻ എന്ന് വിളിക്കുകയും ചെയ്ത സയൻറ്റിസ്റ്റ്. ഇതാണ് വാട്സണും ക്രിക്കും. ഇവരാണ് 1953 ഡി എൻ എക്ക് ഡബിൾ ഹെലിക്കൽ സ്ട്രക്ചറാണെന്ന് ആദ്യമായിട്ട് പ്രപ്പോസ് ചെയ്തത്. ഇതാണ് വിൽക്കിൻസും ഫ്രാങ്ക്ലിനും. ഇവർ പ്രപ്പോസ് ചെയ്ത എക്സ്റേ ഡിഫ്രാക്ഷൻ ടെക്നിക്ക് വഴിയാണ് വാട്സണും ക്രിക്കും ഡി എൻ എക്ക് ഡബിൾ ഹെലിക്കൽ സ്ട്രക്ചറാണെന്ന് കണ്ടെത്തിയത്. ഡി എൻ എ 2 പോളിന്യൂക്ലിയോടൈഡ് ചെയിൻ കൊണ്ടാണ് നിർമ്മിക്കപ്പെട്ടതെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞാണ്. 2 പോളിന്യൂക്ലിയോടൈഡ് ചെയിൻസ് കോയിൽഡ് ഇൻ എ റൈറ്റ് ഹാൻഡഡ് ഫാഷൻ. അങ്ങനെ ഒരു റൈറ്റ് ഹാൻഡഡ് ഫാഷനിലാണ് അത് കോയിൽ ചെയ്യപ്പെട്ടിട്ടുള്ളത്. ഈ ഡി എൻ എയുടെ പിച്ച് അല്ലെങ്കിൽ ഹെലിക്സിൻ്റെ പിച്ച് ഓഫ് ദി ഹെലിക്സ് ഈസ് 3.4 നാനോമീറ്റർ ആണ്. 3.4 നാനോമീറ്റർ = 34 ആങ്സ്ട്രം. നമ്പർ ഓഫ് ബേസ് പെയർസ് ഇൻ ഈച്ച് ടേൺ = 10. ഓരോ ടേണിലും 10 ബേസ് പെയർസാണ് ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 അഡ്ജസൻറ്റ് ബേസ് പെയർസ് = 0.34 നാനോമീറ്റർ. ദാറ്റ് ഈസ് = 3.4 ആങ്സ്ട്രം. ഇത് കിട്ടിയത് 3.4നെ 10 കൊണ്ട് ഹരിച്ചപ്പോഴാണ് 0.34 നാനോമീറ്റർ കിട്ടിയത്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷനാണ്. ഇത് ബേസ് ചെയ്തുകൊണ്ട് നമുക്ക് പ്രോബ്ലം ചെയ്യാറുണ്ട്. ഓർത്ത് വെക്കുക, ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 അഡ്ജസൻറ്റ് ബേസ് പെയർസ് = 0.34 നാനോമീറ്റർ എന്ന് പറഞ്ഞാൽ ഇവിടെ ഓരോ ടേണിലും 10 ബേസ് പെയർസ് ഉണ്ട്. ഈ 2 ബേസ് പെയർസുകൾക്കിടയിലുള്ള ഡിസ്റ്റൻസ് ആണ് 0.34 നാനോമീറ്റർ. 5174 എന്ന ബാക്ടീരിയോഫേജ് എന്ന് പറഞ്ഞാൽ വൈറസുകളാണ്, ബാക്ടീരിയകളെ അറ്റാക്ക് ചെയ്യുന്ന വൈറസുകളാണ്. അതിൽ 5386 ന്യൂക്ലിയോടൈഡാണുള്ളത് അതിൻ്റെ ഡി എൻ എയിൽ. എന്നാൽ ലാംഡാഫേജ് എന്ന് പറയുന്ന ബാക്ടീരിയോഫേജിൽ 48,502 ബേസ് പെയർസ് ഉണ്ട്. 48,502 അത്രയും ബേസ് പെയർസ് ഉണ്ട്. എന്നാൽ ഈക്കോളൈ എന്ന് പറയുന്ന ബാക്ടീരിയയിൽ 4.6 × 10⁶ ബേസ് പെയർസാണ് ഉള്ളത്. അതിൻ്റെ ഡി എൻ എയിൽ ഇത്രയും ബേസ് പെയർസ് ഉണ്ട്. ഇനി ഹാപ്ലോയിഡ് കണ്ടൻറ്റ് ഓഫ് ഹ്യൂമൻ ഡി എൻ എയിൽ 3.3 × 10⁹ ബേസ് പെയർസ് ഉണ്ട്. എന്നാൽ ഹ്യൂമൻ ഡിപ്ലോയിഡ് ഡി എൻ എയിൽ 6.6 × 10⁹ ബേസ് പെയർസ് കാണും. ഈ ഒരു ഡാറ്റ നിങ്ങൾ എല്ലാവരും ഓർത്തു വെക്കണം.
5174 എന്ന് പറയുന്ന ബാക്ടീരിയോഫേജിലെയും ലാൻഡാഫേജ് എന്ന് പറയുന്ന ബാക്ടീരിയോഫേജിലെയും ഈക്കോളൈ എന്ന് പറയുന്ന ബാക്ടീരിയയിലെയും ഹ്യൂമൻ ആപ്ലോയിഡ് ആൻഡ് ഹ്യൂമൻ ഡിപ്ലോയിഡ്. ഹ്യൂമൻ ആപ്ലോയിഡിൽ 3.3 × 10⁹ ബേസ് പേസ് ആണ്. എന്നാൽ ഹ്യൂമൻ ഡിപ്ലോയിഡ് 6.6 × 10⁹ ബേസ് പേസ്. ഇതിൻ്റെ ഇരട്ടി വരും. ഇത്രയും ഡാറ്റ നിങ്ങൾ ഓർത്തു വെക്കുക. മറ്റൊരു പ്രോബ്ലം നമ്മൾ ചെയ്യാൻ പോവുകയാണ്. ചോദ്യതാണ് ഫൈൻഡ് ഔട്ട് ദി ലെങ്ത് ഓഫ് ദി ഹ്യൂമൻ ഡിപ്ലോയിഡ് DNA. ഹ്യൂമൻ ഡിപ്ലോയിഡ് DNAയുടെ ലെങ്ത് എത്ര? വളരെ എളുപ്പത്തിൽ കണ്ടെത്താം. ലെങ്ത് ഓഫ് ദി DNA ഈസ് ഈക്വൽ ടു ടോട്ടൽ നമ്പർ ഓഫ് ബേസ് പെയർസ് into distance between two adjacent base pairs. ഇതാണ് ടോട്ടൽ ലെങ്ത് ഓഫ് ദി DNA. അപ്പോൾ രണ്ട് അഡ്ജസൻറ്റ് ബേസ് പെയർസുകൾക്കിടയിലുള്ള ലെങ്ത് നമുക്കറിയാം. അതും ടോട്ടൽ നമ്പർ ഓഫ് ബേസ് പെയർസും തമ്മിൽ ഗുണിച്ച് കഴിഞ്ഞാൽ ലെങ്ത് ഓഫ് ദി DNA കിട്ടും. ടോട്ടൽ നമ്പർ ഓഫ് ബേസ് പെയർസ് ദ ഹ്യൂമൻ ഡിപ്ലോയിഡിൻ്റെ കാര്യമാണ്. 6.6 × 10⁹ ആണെന്ന് നിങ്ങൾക്കറിയാം. നമ്മൾ തൊട്ട് മുമ്പ് പഠിച്ചു കഴിഞ്ഞു. ഹാപ്ലോയിഡ് ആണെങ്കിൽ 3.3 × 10⁹ ബേസ് പെയർസ്. ഡിപ്ലോയിഡ് ആണെങ്കിൽ 6.6 × 10⁹ ബേസ് പെയർസ്. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു അഡ്ജസൻറ്റ് ബേസ് പെയർസ് നമ്മൾ നേരത്തെ പഠിച്ചു കഴിഞ്ഞാണ്. 0.34 നാനോമീറ്റർ ആണ്. പക്ഷെ എപ്പോഴും നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോൾ സ്റ്റാൻഡേർഡ് യൂണിറ്റിൽ ചെയ്യണം. ലെങ്ത്തിൻ്റെ സ്റ്റാൻഡേർഡ് യൂണിറ്റ് എന്ന് പറഞ്ഞാൽ മീറ്റർ ആണ്. അപ്പോൾ 0.34 നാനോമീറ്ററിനെ മീറ്ററിലേക്ക് മാറ്റണം. അഥവാ 0.34 × 10⁻⁻9 മീറ്റർ. നാനോമീറ്റർ നമ്മൾ മീറ്ററിലേക്ക് മാറ്റി. 1 നാനോമീറ്റർ ഈസ് ഈക്വൽ ടു 10⁻⁹9 മീറ്റർ ആണ്. 1 ആക്ഷൻ ഈസ് ഈക്വൽ ടു 10⁻⁻10 മീറ്റർ ആണ്. ഇതൊക്കെ നിങ്ങൾ മാത്സിൽ പഠിച്ചതാണ്. ഇത് രണ്ടും കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ടോട്ടൽ ലെങ്ത് ഓഫ് ദി DNA കിട്ടും. 10⁻⁹9 10⁻⁻9 തമ്മിൽ ക്യാൻസൽ ചെയ്ത് പോകും. ബാക്കി 6.6 × 0.34 ഈസ് ഈക്വൽ ടു 2.24 മീറ്റർ. ഇത് തമ്മിൽ ഗുണിച്ച് കഴിഞ്ഞാൽ കിട്ടുന്ന ഉത്തരം 2.24 മീറ്റർ. അപ്പോൾ ഒരു ഹ്യൂമൻ DNAയുടെ ലെങ്ത് എന്ന് പറഞ്ഞാൽ 2.24 മീറ്റർ ആണ്. എങ്ങനെ കിട്ടിയെന്ന് മനസ്സിലായല്ലോ. ലെങ്ത് കാണാനുള്ള ഇക്വേഷൻ ആദ്യം ഓർത്ത് വെക്കുക. ലെങ്ത് ഓഫ് ദി DNA ഈസ് ഈക്വൽ ടു ടോട്ടൽ നമ്പർ ഓഫ് ബേസ് പെയർസ് ഇൻറ്റു ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു അഡ്ജസൻറ്റ് ബേസ് പെയർസ് ആണ്. ടോട്ടൽ നമ്പർ ഓഫ് ബേസ് പെയർസ് നമുക്കറിയാം. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു അഡ്ജസൻറ്റ് ബേസ് പെയർസും നമുക്കറിയാം. ഇതും ഒരു കോൺസ്റ്റന്റ് വാല്യൂ ആണ്. രണ്ടും കൂടി ഗുണിക്കുമ്പോൾ നമ്മുടെ DNAയുടെ ലെങ്ത് കിട്ടും. മറ്റൊരു പ്രോബ്ലം നോക്കാം. ചോദ്യതാണ് ലെങ്ത് ഓഫ് DNA ഈസ് 2 cm. ഫൈൻഡ് ഔട്ട് ദി ടോട്ടൽ നമ്പർ ഓഫ് ബേസ് പെയർസ് പ്രസന്റ് ഇൻ ഇറ്റ്. ഇവിടെ DNAയുടെ ലെങ്ത് 2 cm ആണ്. എങ്കിൽ ആ DNAയിലെ ടോട്ടൽ നമ്പർ ഓഫ് ബേസ് പെയർസ് എത്ര? അതാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. നമുക്കറിയുന്ന ഒരു ഇക്വേഷൻ ഉണ്ട്. ലെങ്ത് ഓഫ് ദി DNA ഈസ് ഈക്വൽ ടു ടോട്ടൽ നമ്പർ ഓഫ് ബേസ് പെയർസ് ഇൻറ്റു ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു അഡ്ജസൻറ്റ് ബേസ് പെയർസ്. പക്ഷെ ഇവിടെ നമുക്ക് കണ്ടെത്തേണ്ടത് ടോട്ടൽ നമ്പർ ഓഫ് ബേസ് പെയർസ് ആണ്. അപ്പോൾ നമുക്ക് ഈ ഇക്വേഷൻ ഇങ്ങനെ മാറ്റാം. ടോട്ടൽ നമ്പർ ഓഫ് ബേസ് പെയർസ് ഈസ് ഈക്വൽ ടു ലെങ്ത് ഓഫ് ദി DNA divided by distance between two adjacent base pairs. Distance between two adjacent base pairs നമുക്കറിയാം 0.34 നാനോമീറ്റർ ആണ്. That is equal to 0.34 × 10⁻⁻9 മീറ്റർ. ലെങ്ത് ഓഫ് ദി DNA ചോദ്യത്തിൽ തന്നിട്ടുണ്ട് 2 സെന്റിമീറ്റർ ആണ്. നമ്മളെപ്പോഴും പ്രോബ്ലം ചെയ്യുമ്പോൾ മീറ്ററിലേക്ക് ആക്കി ചെയ്യണം. അപ്പോൾ സെന്റിമീറ്ററിന് മീറ്ററിലേക്ക് ആക്കുമ്പോൾ 2 × 10⁻⁻2 മീറ്റർ ഡിവൈഡഡ് ബൈ 0.34 × 10⁻⁻9 മീറ്റർ. ഈ 10⁻⁻9 മുകളിലേക്ക് കൊണ്ടുപോകുമ്പോൾ 2 × 10⁻⁻2 × 10⁻⁹9 ഡിവൈഡഡ് ബൈ 0.34.
-9 മേലേക്ക് പോകുമ്പോൾ +9 ആവും. ഇത് തമ്മിൽ ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ 10⁻⁷ ആവും ബാക്കി ഉണ്ടാവുക. 2നെ 0.34 കൊണ്ട് ഹരിച്ചാൽ 5.9 കിട്ടും ഇൻറ്റു 10⁻⁷. ഇത്രയും ബേസ് പെയർസാണ് ഈ DNA-യിലുള്ളത്. അപ്പോൾ 2 സെൻറ്റിമീറ്റർ നീളമുള്ള DNA-യിൽ 5.9 ഇൻറ്റു 10⁻⁷ ബേസ് പെയർസ് ഉണ്ടായിരിക്കും. ഒരു പ്രോബ്ലം കൂടി നമുക്ക് എളുപ്പത്തിൽ ചെയ്യാം. ലെങ്ത് ഓഫ് ദി DNA ഈസ് 1.36 millimeter. ഫൈൻഡ് ഔട്ട് ദി ടോട്ടൽ നമ്പർ ഓഫ് ബേസ് പെയർസ് പ്രസൻറ്റ് ഇൻ ഇറ്റ്. തൊട്ട് മുമ്പ് ചെയ്ത അതേപോലുള്ള ഒരു പ്രോബ്ലം തന്നെയാണ്. ഇവിടെ ടോട്ടൽ നമ്പർ ഓഫ് ബേസ് പെയർസ് ഈസ് ഈക്വൽ ടു ലെങ്ത് ഓഫ് ദി DNA ഡിവൈഡഡ് ബൈ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു അഡ്ജസൻറ്റ് ബേസ് പെയർസ് ആണ്. ലെങ്ത് ഓഫ് DNA എന്ന് പറഞ്ഞാൽ 1.36 millimeter ആണ്. അതിനെ മീറ്ററിലേക്ക് ആക്കുമ്പോൾ 10⁻³ മീറ്റർ ഡിവൈഡഡ് ബൈ 0.34 ഇൻറ്റു 10⁻⁻9 മീറ്റർ. നേരത്തെ പോലെ 1.36 ഇൻറ്റു 10⁻³ ഇൻറ്റു 10⁻+9 ഡിവൈഡഡ് ബൈ 0.34 എന്ന് കിട്ടും. ക്യാൻസൽ ചെയ്താൽ 10⁻⁶ ആവും ബാക്കി ഉണ്ടാവുക. 1.36നെ 0.34 കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ 4 എന്ന് കിട്ടും. 4 ഇൻറ്റു 10⁻⁶ ബേസ് പെയർസ്. ഇത്രയും ബേസ് പെയർസ് ആണ് 1.36 millimeter നീളമുള്ള DNA-യിൽ ഉണ്ടാവുക. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് പാക്കേജിംഗ് ഓഫ് DNA ഹെലിക്സ്. DNA-യുടെ പാക്കേജിംഗ് എങ്ങനെ എന്നാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. ആദ്യം നമ്മൾ ഇൻ പ്രോകാരിയോട്സ്, ബാക്ടീരിയ അടക്കമുള്ള പ്രോകാരിയോട്സിൽ ഇതെങ്ങനെ എന്നാണ് നോക്കുന്നത്. ഇൻ പ്രോകാരിയോട്സ് DNA ഈസ് നെഗറ്റീവ്ലി ചാർജഡ്, so it is held with some positively charged proteins to form nucleoid. പ്രോകാരിയോട്സിൽ നെഗറ്റീവ് ചാർജുള്ള DNA പോസിറ്റീവ് ചാർജുള്ള ചില പ്രോട്ടീനുകളുടെ സഹായത്തോടെ ന്യൂക്ലിയോയിഡ് എന്ന് പറയുന്ന റീജിയനിൽ ഹെൽഡ് ചെയ്താണ് കാണുന്നത്. ഇപ്പോൾ പ്രോകാരിയോട്സിൽ പ്രത്യേക ന്യൂക്ലിയസ് ഇല്ല. അവിടെ നെഗറ്റീവ് ചാർജുള്ള DNA-യും പോസിറ്റീവ് ചാർജുള്ള പ്രോട്ടീനും ഒരുമിച്ച് കാണും. ആ ഒരു റീജിയനെയാണ് ന്യൂക്ലിയോയിഡ് എന്ന് പറയാം. ഇനി യൂക്കാരിയോട്സിലെ പാക്കേജിംഗ് എങ്ങനെയെന്ന് നോക്കാം. ഇൻ യൂക്കാരിയോട്സ് ദർ ഈസ് എ സെറ്റ് ഓഫ് പോസിറ്റീവ്ലി ചാർജഡ് ബേസിക് പ്രോട്ടീൻസ് കോൾഡ് ഹിസ്റ്റോൺസ്. യൂക്കാരിയോട്സിൽ DNA പാക്ക് ചെയ്യാൻ പോസിറ്റീവ് ചാർജുള്ള ചില ബേസിക് പ്രോട്ടീനുകളുണ്ട്. അവയുടെ പേരാണ് ഹിസ്റ്റോൺസ്. ഈ ഹിസ്റ്റോണിൽ ബേസിക് അമിനോ ആസിഡുകളായ ലൈസീൻ, അർജിനിൻ എന്നിവ ധാരാളമായിട്ട് കാണുന്നുണ്ട്. അതുകൊണ്ടാണിത് പോസിറ്റീവ് ചാർജുള്ള ബേസിക് അമിനോ ആസിഡുകൾ കാണുന്നത് കൊണ്ടാണിത് പോസിറ്റീവ് ചാർജുള്ള പ്രോട്ടീനുകളായത്. ഈ ഹിസ്റ്റോൺ എന്ന് പറയുന്ന പ്രോട്ടീനുകളാണ് യൂക്കാരിയോട്സിൽ DNA പാക്ക് ചെയ്യാൻ സഹായിക്കുന്നത്. 8 ഹിസ്റ്റോണുകൾ കൂടിച്ചേർന്നാൽ ഒരു ഹിസ്റ്റോൺ ഒക്ടാമർ ആവും. 8 ഹിസ്റ്റോൺസ് ഫോം ഹിസ്റ്റോൺ ഒക്ടാമർ. ഈ ഗ്രീൻ കളറിൽ കാണുന്ന സ്ട്രക്ചറാണ് ഹിസ്റ്റോൺ ഒക്ടാമർ. അത് 8 ഹിസ്റ്റോൺ മോളിക്യൂൾ കൂടിച്ചേർന്ന ഒരു സ്ട്രക്ചറാണ്. 8 ഹിസ്റ്റോൺ മോളിക്യൂൾ കൂടിച്ചേർന്ന സ്ട്രക്ചറിനെയാണ് ഹിസ്റ്റോൺ ഒക്ടാമർ എന്ന് പറയാം. നെഗറ്റീവ്ലി ചാർജ്ഡ് DNA ഈസ് റാപ്പിഡ് അറൗണ്ട് ഹിസ്റ്റോൺ ഒക്ടാമർ ടു ഗിവ് ന്യൂക്ലിയോസോം. ഈ ഹിസ്റ്റോൺ ഒക്ടാമറിന് ചുറ്റും നെഗറ്റീവ് ചാർജുള്ള DNA റാപ്പ് ചെയ്ത് കാണും. അങ്ങനെ കാണുന്ന ഈ സ്ട്രക്ചറിനെയാണ് ന്യൂക്ലിയോസോം എന്ന് പറയാം. വളരെ പ്രധാനപ്പെട്ട ഒരു സ്ട്രക്ചറാണിത്. എക്സാമിന് ചോദിക്കാൻ വളരെ സാധ്യത ഉണ്ട്. ഇവിടെ ഈ പച്ച നിറത്തിൽ കാണുന്ന ഈ ബോൾ രൂപത്തിൽ കാണുന്നത് ഹിസ്റ്റോൺ ഒക്ടാമറാണ്. അതിനെ റാപ്പ് ചെയ്ത് കാണുന്നതാണ് DNA. അവയെ പരസ്പരം ഹെൽഡ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു പ്രോട്ടീനാണ് H1 ഹിസ്റ്റോൺ. ഈ ഒരു സ്ട്രക്ചറിനെ ഒരുമിച്ച് പറയുന്ന പേരാണ് ന്യൂക്ലിയോസോം. ഒരു ന്യൂക്ലിയോസോമിൽ ഏകദേശം DNA-യുടെ 200 ബേസ് പെയർസാണ് ഉണ്ടാവുക. ഇപ്പോൾ ഇവിടെ നിന്ന് തുടങ്ങി റാപ്പ് ചെയ്ത് ഇവിടെ എത്തുമ്പോഴേക്ക് ഏകദേശം 200 ബേസ് പെയർസാണ് ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ ടോട്ടൽ നമ്പർ ഓഫ് ന്യൂക്ലിയോസോം ഇൻ ഹ്യൂമൻ ഈസ് ഈക്വൽ ടു 6.6 ഇൻറ്റു 10⁻⁹ ബേസ് പെയർസ് ഡിവൈഡഡ് ബൈ 200 ഈസ് ഈക്വൽ ടു 3.3 ഇൻറ്റു 10⁻⁷. ഏകദേശം ഹ്യൂമൻ ബോഡിയിൽ ഇത്രയും ന്യൂക്ലിയോസോമുകളുണ്ട്. ഹ്യൂമൻ ബോഡിയിലെ ഒരു ന്യൂക്ലിയസിൻ്റെ ഉള്ളിൽ ഇത്രയും ന്യൂക്ലിയോസോമുകൾ ഉണ്ട്.
ന്യൂക്ലിയോസോം കോൺസ്റ്റിറ്റ്യൂട്ട്സ് ദ റിപ്പീറ്റിംഗ് യൂണിറ്റ് ടു ഫോം ക്രൊമാറ്റിൻ. കുറേ റിപ്പീറ്റിംഗ് യൂണിറ്റായിട്ട് കാണും. ഈ സ്ട്രക്ചറിനെ പറയുന്ന പേരാണ് ക്രൊമാറ്റിൻ. ക്രൊമാറ്റിൻ ഈസ് ദ ത്രെഡ് ലൈക്ക് സ്റ്റെയിൻഡ് ബോഡീസ്. ന്യൂക്ലിയോസോംസ് ഇൻ ക്രൊമാറ്റിൻ ഈസ് ഈക്വൽ ടു ബീഡ്സ് ഓൺ സ്ട്രിങ്. ഒരു ബീഡ്സ് ഓൺ സ്ട്രിങ് സ്ട്രക്ചറായിട്ടാണ് ന്യൂക്ലിയോസോം ക്രൊമാറ്റിനിൽ കാണുന്നത്. ചരടിൽ കോർത്ത മുത്തുകൾ പോലെ കാണും. ക്രൊമാറ്റിൻ ഈസ് പാക്കേജ്ഡ് ടു ക്രൊമാറ്റിൻ ഫൈബേഴ്സ്. ഈ ക്രൊമാറ്റിൻ ഫൈബേഴ്സ് സെൽ ഡിവിഷൻ്റെ സമയത്ത് അഥവാ മെറ്റാഫേസ് സ്റ്റേജിൻ്റെ സമയത്ത് കോയിൽ ചെയ്ത് കണ്ടൻസ് ചെയ്ത് ക്രോമസോമായിട്ട് മാറും. മെറ്റാഫേസ് സ്റ്റേജിൽ ഇത് ഒന്നുകൂടി കോയിൽ ചെയ്ത് കണ്ടൻസ് ചെയ്ത് ക്രോമസോമായിട്ട് മാറും. അപ്പോൾ ക്രോമസോം എന്ന് പറഞ്ഞാൽ കെമിക്കലി DNA പ്ലസ് പ്രോട്ടീൻസാണ്. DNA-യും ഹിസ്റ്റോൺ എന്ന് പറയുന്ന പ്രോട്ടീനും കൂടി ചേർന്നൊരു സ്ട്രക്ചറാണ് ക്രോമസോം. ഹയർ ലെവൽ പാക്കേജിംഗ് ഓഫ് ക്രൊമാറ്റിൻ റിക്വയേഴ്സ് നോൺ ഹിസ്റ്റോൺ ക്രോമസോമൽ പ്രോട്ടീൻസ്, NHC പ്രോട്ടീൻ എന്ന് പറയും. ഹയർ ലെവലിൽ ഈ DNA പാക്ക് ചെയ്യാൻ മറ്റ് ചില പ്രോട്ടീനുകളുടെ സഹായം ആവശ്യമാണ്. ആ പ്രോട്ടീനുകളെ ഒരുമിച്ച് പറയുന്ന പേരാണ് നോൺ ഹിസ്റ്റോൺ ക്രോമസോമൽ പ്രോട്ടീൻസ്. അതിൻ്റെ ഷോർട്ട് ഫോമാണ് NHC. ക്രൊമാറ്റിൻ 2 തരത്തിലുണ്ട്, യൂക്രൊമാറ്റിൻ ആൻഡ് ഹെറ്ററോക്രൊമാറ്റിൻ. യൂക്രൊമാറ്റിൻ എന്ന് പറഞ്ഞാൽ ലൂസ്ലി പാക്ക്ഡ് ആണ്, ആക്റ്റീവാണ്, സ്റ്റെയിൻസ് ലൈറ്റ്, വളരെ ലൈറ്റായിട്ടാണ് സ്റ്റെയിൻ ചെയ്യുക. എന്നാൽ ഹെറ്ററോക്രൊമാറ്റിൻ എന്ന് പറഞ്ഞാൽ ഡെൻസ്ലി പാക്ക്ഡ് ആണ്, ഇനാക്റ്റീവാണ്, സ്റ്റെയിൻസ് ഡാർക്ക്. അപ്പോൾ ഈ 3 പോയിൻറ്റുകൾ ഓർത്ത് വെക്കുക. യൂക്രൊമാറ്റിൻ ലൂസ്ലി പാക്ക്ഡ്, ആക്റ്റീവ്, സ്റ്റെയിൻസ് ലൈറ്റ്. ഹെറ്ററോക്രൊമാറ്റിൻ ഡെൻസ്ലി പാക്ക്ഡ്, ഇനാക്റ്റീവ്, സ്റ്റെയിൻസ് ഡാർക്ക്. ഈ ചാപ്റ്ററിൽ നമ്മൾ ഇതുവരെ DNA-യുടെ കെമിക്കൽ സ്ട്രക്ചറും പറഞ്ഞു, DNA-യുടെ പാക്കേജിങ്ങും പറഞ്ഞു. DNA കുറിച്ച് നമ്മൾ ഇത്ര ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുള്ള കാരണം DNA ആണ് ജെനറ്റിക് മെറ്റീരിയൽ. ഈ DNA ആണ് ജെനറ്റിക് മെറ്റീരിയൽ എന്ന് കണ്ടെത്തിയത് ഒരുപാട് കൊല്ലങ്ങൾ നീണ്ടു നിന്ന പല എക്സ്പെരിമെൻറ്റുകളിലൂടെയാണ്. പല സയൻറ്റിസ്റ്റുകൾ നടത്തിയ പല എക്സ്പെരിമെൻറ്റുകളാണ് DNA ആണ് ജെനറ്റിക് മെറ്റീരിയൽ എന്ന് പ്രൂവ് ചെയ്തത്. ആ ഒരു സെർച്ചിലേക്കാണ്, DNA ആണ് ജെനറ്റിക് മെറ്റീരിയൽ എന്ന ആ സെർച്ചിലേക്കാണ് നമ്മളിനി പോകുന്നത്. എങ്ങനെയാണ് DNA ജെനറ്റിക് മെറ്റീരിയൽ ആണെന്ന് കണ്ടെത്തിയത് എന്നതാണ് നമ്മളിനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ദ സെർച്ച് ഫോർ ജെനറ്റിക് മെറ്റീരിയൽ, എക്സ്പെരിമെൻറ്റ്സ് ടു പ്രൂവ് വിച്ച് ഈസ് ദ ജെനറ്റിക് മെറ്റീരിയൽ, ഇതാണ് നമ്മളിനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിലാദ്യത്തത് ഗ്രിഫ്റ്റ്സ് ട്രാൻസ്ഫോമിംഗ് പ്രിൻസിപ്പിൾ എക്സ്പെരിമെൻ്റ് ആണ്. ഫ്രെഡറിക് ഗ്രിഫ്റ്റ് 1928 നടത്തിയ ട്രാൻസ്ഫോമിംഗ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്ന എക്സ്പെരിമെൻ്റാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫ്രെഡറിക് ഗ്രിഫ്റ്റ് 1928 മൈസും സ്ട്രെപ്റ്റോകോക്കസ് ന്യൂമോണിയ എന്ന് പറയുന്ന ബാക്ടീരിയയും ഉപയോഗിച്ച് നടത്തിയ എക്സ്പെരിമെൻ്റാണ് ട്രാൻസ്ഫോമിംഗ് പ്രിൻസിപ്പിൾ. അദ്ദേഹം യൂസ് ചെയ്ത സ്ട്രെപ്റ്റോകോക്കസ് ന്യൂമോണിയേ എന്ന് പറഞ്ഞാൽ ന്യൂമോണിയ ഉണ്ടാക്കുന്ന ബാക്ടീരിയയാണ്. ആ ബാക്ടീരിയക്ക് 2 സ്ട്രെയിനുകളുണ്ട്, 2 വെറൈറ്റികളുണ്ട്. ഒന്ന് സ്മൂത്ത് സ്ട്രെയിൻ, അതിൻ്റെ ഷോർട്ട് ഫോമാണ് S സ്ട്രെയിൻ. 2 റഫ് സ്ട്രെയിൻ, അതിൻ്റെ ഷോർട്ട് ഫോമാണ് R സ്ട്രെയിൻ. ഈ സ്മൂത്ത് സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ വിറുലൻ്റ് ആണ്, എന്ന് പറഞ്ഞാൽ രോഗകാരിയാണ്. R സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ നോൺ വിറുലൻ്റ് ആണ്, അത് രോഗം ഉണ്ടാക്കില്ല. ഈ S സ്ട്രെയിനിന് പോളിസാക്രൈഡ് മ്യൂക്കസ് കോട്ട് ഉണ്ട്, അതാണ് ന്യൂമോണിയ ഉണ്ടാക്കുന്നത്. ഈ മ്യൂക്കസ് കോട്ട് ഉള്ളത് കൊണ്ട് തന്നെ ഒരു സ്മൂത്ത് അപ്പിയറൻസ് ആയിരിക്കും. അതുകൊണ്ടാണ് അതിന് സ്മൂത്ത് സ്ട്രെയിൻ അല്ലെങ്കിൽ S സ്ട്രെയിൻ എന്ന പേര് തന്നെ കിട്ടിയത്. ഈ പോളിസാക്രൈഡ് മ്യൂക്കസ് കോട്ടാണ് ന്യൂമോണിയ എന്ന് പറയുന്ന അസുഖത്തിന് കാരണമാവുന്നത്. അതുകൊണ്ടാണ് അത് വിറുലൻ്റ് ആയത്, രോഗകാരിയായത്. എന്നാൽ R സ്ട്രെയിനിന് നോ മ്യൂക്കസ് കോട്ട്, അതുകൊണ്ട് തന്നെ ഡു നോട്ട് കോസ് ന്യൂമോണിയ. ഈ മ്യൂക്കസ് കോട്ട് ഇല്ലാത്തത് കൊണ്ട് തന്നെ അത് റഫ് ആയിട്ടാണ് അപ്പിയർ ചെയ്യുക. അതുകൊണ്ടാണ് അതിനെ റഫ് സ്ട്രെയിൻ അല്ലെങ്കിൽ R സ്ട്രെയിൻ എന്ന് വിളിക്കുന്നത്. ഇങ്ങനെ സ്ട്രെപ്റ്റോകോക്കസ് ന്യൂമോണിയ എന്ന് പറയുന്ന 2 ബാക്ടീരിയയുടെ 2 സ്ട്രെയിനുകളും മൈസും ഉപയോഗിച്ചിട്ടാണ് ഇദ്ദേഹം എക്സ്പെരിമെൻ്റ് നടത്തിയത്. അദ്ദേഹം നടത്തിയ എക്സ്പെരിമെൻ്റ് എന്താണെന്ന് നോക്കാം. അദ്ദേഹം ആദ്യം S സ്ട്രെയിൻ ബാക്ടീരിയയെ
ഇഞ്ചക്റ്റ് ഇൻ ടു മൈസ്. എസ്ട്രെയിൻ ബാക്ടീരിയയെ മൈസിലേക്ക് ഇഞ്ചക്റ്റ് ചെയ്തു. അപ്പം മൈസ് ഡൈ ആയി, മൈസ് ചത്തുപോയി. പിന്നെ അദ്ദേഹം ചെയ്തത് ആർ സ്ട്രെയിൻ ബാക്ടീരിയയെ എന്ന് പറഞ്ഞാൽ അത് വിറുലൻ്റ് അല്ല, രോഗകാരിയല്ല, ആർ സ്ട്രെയിൻ ബാക്ടീരിയയെ ഇഞ്ചക്റ്റ് ഇൻ ടു മൈസ്. മൈസ് ലൈവ്, മൈസിന് ഒന്നും പറ്റിയില്ല, മൈസ് ഡെഡായില്ല, മൈസ് ജീവിച്ചു. മൂന്നാമതായി അദ്ദേഹം ചെയ്തത് ഹീറ്റ് കിൽഡ് എസ്ട്രെയിൻ ബാക്ടീരിയ, ചൂടാക്കി കൊന്ന എസ്ട്രെയിൻ ബാക്ടീരിയയെ മൈസിലേക്ക് ഇഞ്ചക്റ്റ് ചെയ്തു. അപ്പോഴും മൈസ് ജീവിച്ചു. പിന്നീട് അദ്ദേഹം ഹീറ്റ് കിൽഡ് എസ്ട്രെയിൻ ബാക്ടീരിയയെയും ആർ സ്ട്രെയിൻ ബാക്ടീരിയയെയും എന്ന് പറഞ്ഞാൽ രോഗം ഉണ്ടാക്കാത്ത ആർ സ്ട്രെയിൻ ബാക്ടീരിയയെയും ഹീറ്റ് കിൽഡ് എസ്ട്രെയിൻ ബാക്ടീരിയയെയും മിക്സ് ചെയ്ത് മൈസിലേക്ക് ഇഞ്ചക്റ്റ് ചെയ്തു. അപ്പോൾ മൈസ് ചത്തു. നോർമലി ഈ ഹീറ്റ് കിൽഡ് എസ്ട്രെയിനും ആർ സ്ട്രെയിനും രോഗമുണ്ടാക്കാത്തതാണ്, അതുകൊണ്ട് മൈസ് ജീവിക്കേണ്ടതായിരുന്നു. പക്ഷേ മൈസിലേക്ക് ഇഞ്ചക്റ്റ് ചെയ്തപ്പോൾ മൈസ് ഡൈ ആയി. ഇതിൽ നിന്നും അദ്ദേഹം എത്തിയ നിഗമനമാണ് സം ട്രാൻസ്ഫോമിംഗ് പ്രിൻസിപ്പിൾ ട്രാൻസ്ഫേർഡ് ഫ്രം ഹീറ്റ് കിൽഡ് എസ്ട്രെയിൻ ടു ആർ സ്ട്രെയിൻ. ഇറ്റ് എനേബിൾഡ് ആർ സ്ട്രെയിൻ ടു സിന്തസിസ് സ്മൂത്ത് പോളിസാക്കറൈഡ് കോട്ട് ആൻഡ് ബിക്കം വിറുലൻറ്റ്. ദിസ് ഈസ് ഡ്യൂ ടു ദി ട്രാൻസ്ഫർ ഓഫ് ജെനറ്റിക് മെറ്റീരിയൽ. ഇവിടെ സംഭവിച്ചത് ഈ ഹീറ്റ് കിൽഡ് എസ്ട്രെയിൻ ബാക്ടീരിയയിൽ നിന്നും സം വാട്ട് എന്തോ ഒന്ന്, അതിനെ അദ്ദേഹം ട്രാൻസ്ഫോമിംഗ് പ്രിൻസിപ്പിൾ എന്നാണ് വിളിച്ചത്. ആ ട്രാൻസ്ഫോമിംഗ് പ്രിൻസിപ്പിൾ ആർ സ്ട്രെയിൻ ബാക്ടീരിയയിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു. ഹീറ്റ് കിൽഡ് എസ്ട്രെയിൻ ബാക്ടീരിയയിൽ നിന്ന് ഒരു ട്രാൻസ്ഫോമിംഗ് പ്രിൻസിപ്പിൾ ആർ സ്ട്രെയിനിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു. അത് ആർ സ്ട്രെയിനിനെ മ്യൂക്കസ് കോട്ട് സിന്തസൈസ് ചെയ്യാൻ സഹായിച്ചു. മ്യൂക്കസ് കോട്ട് പ്രൊഡ്യൂസ് ചെയ്തതുകൊണ്ട് അത് വിറുലൻ്റായി രോഗമുണ്ടാക്കി. അങ്ങനെയാണ് മൈസ് ചത്തത്. അപ്പോൾ ഹീറ്റ് കിൽഡ് എസ്ട്രെയിൻ ബാക്ടീരിയയിൽ നിന്നും ആർ സ്ട്രെയിൻ ബാക്ടീരിയയിലേക്ക് എന്തോ ഒരു ജെനറ്റിക് മെറ്റീരിയൽ ട്രാൻസ്ഫർ ചെയ്തു എന്ന് ഫ്രെഡറിക് ഗ്രിഫ്ത് കണ്ടെത്തി. ഈ എക്സ്പെരിമെൻ്റാണ് ഗ്രിഫ്ത് ട്രാൻസ്ഫോമിംഗ് പ്രിൻസിപ്പിൾ എന്ന് അറിയപ്പെടുന്നത്. ഫ്രെഡറിക് ഗ്രിഫ്ത് നടത്തിയ ട്രാൻസ്ഫോമിംഗ് പ്രിൻസിപ്പിളിൽ ഹീറ്റ് കിൽഡ് എസ്ട്രെയിൻ ബാക്ടീരിയയിൽ നിന്നും ആർ സ്ട്രെയിനിലേക്ക് എന്തോ ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട് എന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. എന്താണ് ആ ട്രാൻസ്ഫർ ചെയ്യുന്നത് എന്ന് അദ്ദേഹത്തിന് കണ്ടെത്താനായില്ല. അത് കണ്ടെത്തിയത് 3 സയൻറ്റിസ്റ്റുകളാണ്: ഓസ്വാൾഡ് ആവറി, കോളിൻ മക്ലീഡ്, മക്ലിൻ മക്കർത്തി. ആ കണ്ടെത്തലിനെയാണ് ബയോ കെമിക്കൽ ക്യാരക്ടറൈസേഷൻ ഓഫ് ട്രാൻസ്ഫോമിംഗ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. സോ നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബയോ കെമിക്കൽ ക്യാരക്ടറൈസേഷൻ ഓഫ് ട്രാൻസ്ഫോമിംഗ് പ്രിൻസിപ്പിൾ ബൈ ഓസ്വാൾഡ് ആവറി, കോളിൻ മക്ലീഡ്, മക്ലിൻ മക്കർത്തി. ഇവരുടെ എക്സ്പെരിമെൻ്റ് വഴി ഹീറ്റ് കിൽഡ് എസ്ട്രെയിനിൽ നിന്നും ആർ സ്ട്രെയിനിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത് DNA ആണെന്ന് കണ്ടെത്തി. അവർ അങ്ങനൊരു കൺക്ലൂഷനിൽ എത്തി. അതെങ്ങനെ എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. ഡൈജഷൻ ഓഫ് പ്രോട്ടീൻസ് ആൻഡ് RNA did not affect transformation. So, transforming substance was not a protein or RNA. ഇപ്പോൾ ഇവർ കണ്ടെത്തിയ കാര്യം എന്ന് പറഞ്ഞാൽ പ്രോട്ടീനെ ദഹിപ്പിക്കുന്ന പ്രോട്ടിയേസസ് എന്ന് പറയുന്ന എൻസൈമിൻ്റെ സഹായത്തോടെ ഹീറ്റ് കിൽഡ് SLലുള്ള പ്രോട്ടീനെ അവർ ഡൈജസ്റ്റ് ചെയ്ത് ഇല്ലാതാക്കി. അതുപയോഗിച്ച് എക്സ്പെരിമെൻ്റ് നടത്തിയപ്പോൾ ട്രാൻസ്ഫോർമേഷൻ നടന്നു. അതിൻ്റെ അർത്ഥം പ്രോട്ടീനല്ല ട്രാൻസ്ഫോം ചെയ്യുന്നത് എന്ന് മനസ്സിലായി. RNAs എന്ന് പറഞ്ഞ എൻസൈമിൻ്റെ സഹായത്തോടെ ഹീറ്റ് കിൽഡ് SLൽ നിന്നും RNAകളെല്ലാം ഡൈജസ്റ്റ് ചെയ്തു. അതുപയോഗിച്ച് അവർ എക്സ്പെരിമെൻ്റ് കണ്ടിന്യൂ ചെയ്തു. അപ്പോഴും ട്രാൻസ്ഫോർമേഷൻ നടന്നു. പിന്നീട് അവർ DNAs എന്ന് പറയുന്ന എൻസൈമിൻ്റെ സഹായത്തോടെ ഹീറ്റ് കിൽഡ് SLലുള്ള DNAകളെല്ലാം ഡൈജസ്റ്റ് ചെയ്തു. എന്നിട്ട് അവർ എക്സ്പെരിമെൻ്റ് കണ്ടിന്യൂ ചെയ്തു. അപ്പോൾ നോ ട്രാൻസ്ഫോർമേഷൻ നടന്നില്ല. അപ്പോൾ ഇതിൽ നിന്നും മനസ്സിലാവും DNA ആണ് ഹീറ്റ് കിൽഡ് SLൽ നിന്നും R സെല്ലിലേക്ക് ട്രാൻസ്ഫോം ചെയ്യുന്നത് എന്ന് കണ്ടെത്താനായി. DNA ആണ് ട്രാൻസ്ഫോർമേഷന് വിധേയമാവുന്നത്, RNAയും പ്രോട്ടീനും അല്ല.
Digestion of DNA with DNA is inhibit transformation. It means that DNA causes transformation of R cell to S cells. That is, DNA was the transforming principle. ഇങ്ങനെ DNA ആണ് ട്രാൻസ്ഫോമിംഗ് പ്രിൻസിപ്പിൾ, അല്ലെങ്കിൽ DNA ആണ് ഹീറ്റ് കിൽഡ് എസ് സ്ട്രെയിനിൽ നിന്നും ആർ സ്ട്രെയിനിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത് എന്ന് കണ്ടെത്തിയതാണ് ബയോകെമിക്കൽ ക്യാരക്ടറൈസേഷൻ ഓഫ് ട്രാൻസ്ഫോമിംഗ് പ്രിൻസിപ്പിൾ. സെർച്ച് ഫോർ ജെനറ്റിക് മെറ്റീരിയൽ എന്ന് പറയുന്ന ടോപ്പിക്കിൽ ഫ്രെഡറിക് ഗ്രിഫ്ത്ത് നടത്തിയ ട്രാൻസ്ഫോമിംഗ് പ്രിൻസിപ്പിൾ നമ്മൾ പഠിച്ചു. അവിടെ ഹീറ്റ് കിൽഡ് എസ് സ്ട്രെയിനിൽ നിന്നും ആർ സ്ട്രെയിനിലേക്ക് എന്തോ ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട് എന്ന് ഫ്രെഡറിക് ഗ്രിഫ്ത്ത് കണ്ടെത്തി. എന്താണ് ട്രാൻസ്ഫർ ചെയ്യുന്നത് എന്ന് അദ്ദേഹത്തിന് മനസ്സിലായില്ല. പിന്നീട് 3 സയൻറ്റിസ്റ്റുകൾ, ഓസ്വാൾഡ് ആവറി, കോളിൻ മക്ലീൻ ആൻഡ് മക്ലീൻ മക്കർത്തി, അവരാണ് എക്സ്പെരിമെൻറ്റിലൂടെ ഹീറ്റ് കിൽഡ് എസ് സ്ട്രെയിനിൽ നിന്നും ആർ സ്ട്രെയിനിലേക്ക് ട്രാൻസ്ഫർ ചെയ്തത് DNA ആണ് എന്ന നിഗമനത്തിലെത്തിയത്. അഥവാ ജെനറ്റിക് മെറ്റീരിയൽ DNA ആണ് എന്നൊരു നിഗമനത്തിൽ ഈ 3 സയൻറ്റിസ്റ്റുകളും എത്തി. പിന്നീട് 2 സയൻറ്റിസ്റ്റുകൾ, ആൽഫ്രഡ് ഹെർഷി ആൻഡ് മാർത്ത ചേസ്, ഇവരാണ് DNA ആണ് ജെനറ്റിക് മെറ്റീരിയൽ എന്ന എക്സ്പെരിമെൻറ്റിലൂടെ പ്രൂവ് ചെയ്തത്. ആ എക്സ്പെരിമെൻ്റാണ് നമ്മളിനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആ എക്സ്പെരിമെൻറ്റിൻ്റെ പേരാണ് ഹെർഷി ആൻഡ് ചേസ് എക്സ്പെരിമെൻറ്റ്. ഹെർഷി ചേസ് എക്സ്പെരിമെൻറ്റ്, ആൾസോ നോൺ ആസ് ബ്ലെൻഡർ എക്സ്പെരിമെൻറ്റ്. ഇതാണ് ഹെർഷി, ഇതാണ് ചേസ്. ഇവർ രണ്ടാളും ആണ് DNA ആണ് ജെനറ്റിക് മെറ്റീരിയൽ എന്ന എക്സ്പെരിമെൻറ്റിലൂടെ പ്രൂവ് ചെയ്തത്. ഈ എക്സ്പെരിമെൻ്റാണ് ഹെർഷി ചേസ് എക്സ്പെരിമെൻറ്റ് അല്ലെങ്കിൽ ബ്ലെൻഡർ എക്സ്പെരിമെൻറ്റ് എന്ന് അറിയപ്പെടുന്നത്. ഹെർഷിയും ചേസും ബാക്ടീരിയോഫേജ് വൈറസുകൾ ഉപയോഗിച്ചിട്ടാണ് എക്സ്പെരിമെൻറ്റ് നടത്തിയത്. ബാക്ടീരിയോഫേജ് വൈറസുകൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, ബാക്ടീരിയകളെ അറ്റാക്ക് ചെയ്യുന്ന വൈറസുകളെയാണ് ബാക്ടീരിയോഫേജ് എന്ന് പറയാം. ആ വൈറസുകൾ ഉപയോഗിച്ചിട്ടാണ് ഇവർ എക്സ്പെരിമെൻറ്റ് നടത്തിയത്. വൈറസുകളെക്കുറിച്ച് നിങ്ങൾക്കറിയാം, അതിനൊരു ന്യൂക്ലിക് ആസിഡും ഒരു പ്രോട്ടീൻ കോട്ടും മാത്രമാണുള്ളത്. ന്യൂക്ലിക് ആസിഡും ഒരു പ്രോട്ടീൻ കോട്ടും ചേർന്ന സ്ട്രക്ചറാണ് വൈറസ്. അങ്ങനെയുള്ള വൈറസുകളെ, കുറച്ച് വൈറസുകളെ അവർ റേഡിയോ ആക്റ്റീവ് ഫോസ്ഫറസ് അഥവാ P32 ഉള്ള മീഡിയത്തിൽ വളർത്തി. കുറച്ച് വൈറസുകളെ അവർ റേഡിയോ ആക്റ്റീവ് സൾഫർ അഥവാ S35 ഉള്ള മീഡിയത്തിൽ വളർത്തി. വൈറസസ് ഗ്രോൺ ഇൻ P32 ഗോട്ട് റേഡിയോ ആക്റ്റീവ് DNA because only DNA contain phosphorus. റേഡിയോ ആക്റ്റീവ് ഫോസ്ഫറസ് ഉള്ള മീഡിയത്തിൽ വളർത്തിയ വൈറസുകൾക്ക് റേഡിയോ ആക്റ്റീവ് DNA ഉണ്ടാവും. കാരണം ഫോസ്ഫറസ് എന്നുള്ളത് DNAയുടെ നിർമ്മാണ ഘടകമാണ്. പ്രോട്ടീൻ്റെ നിർമ്മാണ ഘടകമല്ലാത്തതുകൊണ്ട് ഇത്തരം വൈറസുകളുടെ പ്രോട്ടീൻ കോട്ട് റേഡിയോ ആക്റ്റീവ് ആയിരിക്കില്ല. എന്നാൽ റേഡിയോ ആക്റ്റീവ് സൾഫർ മീഡിയത്തിൽ വളർത്തിയ വൈറസുകളുടെ പ്രോട്ടീൻ കോട്ട് റേഡിയോ ആക്റ്റീവ് ആവും. കാരണം സൾഫർ എന്ന് പറഞ്ഞാൽ പ്രോട്ടീൻ്റെ നിർമ്മാണ ഘടകമാണ്. സൾഫർ DNA നിർമ്മാണ ഘടകമല്ലാത്തതുകൊണ്ട് ഇത്തരം വൈറസുകൾക്ക് റേഡിയോ ആക്റ്റീവ് DNA ആയിരിക്കില്ല ഉണ്ടാവുന്നത്. അപ്പോൾ ചുരുക്കത്തിൽ ഇത്രയേ ഉള്ളൂ. റേഡിയോ ആക്റ്റീവ് ഫോസ്ഫറസ് മീഡിയത്തിൽ വളർത്തിയ വൈറസുകളുടെ DNA റേഡിയോ ആക്റ്റീവ് ആവും. റേഡിയോ ആക്റ്റീവ് സൾഫർ മീഡിയത്തിൽ വളർത്തിയ വൈറസുകളുടെ പ്രോട്ടീൻ കോട്ട് റേഡിയോ ആക്റ്റീവ് ആവും. ഇപ്പോൾ ഈ ചിത്രത്തിലേക്ക് നോക്കുക. ഇത് റേഡിയോ ആക്റ്റീവ് സൾഫർ മീഡിയത്തിൽ വളർത്തിയ വൈറസാണ്. അതിൻ്റെ പ്രോട്ടീൻ കോട്ട് റേഡിയോ ആക്റ്റീവായി. റേഡിയോ ആക്റ്റീവാണ് റെഡ് കളർ കൊണ്ട് സൂചിപ്പിക്കുന്നത്. ഇത് റേഡിയോ ആക്റ്റീവ് ഫോസ്ഫറസ് മീഡിയത്തിൽ വളർത്തിയ വൈറസാണ്. അതിൻ്റെ DNA റേഡിയോ ആക്റ്റീവ് ആയിരിക്കും, പ്രോട്ടീൻ കോട്ട് റേഡിയോ ആക്റ്റീവ് അല്ല. പിന്നീട് ഈ വൈറസുകൾ ഉപയോഗിച്ച് അവർ ഈക്കോളൈ ബാക്ടീരിയയെ ഇൻഫെക്റ്റ് ചെയ്യിപ്പിച്ചു. അതിന് ശേഷം ഒരു ബ്ലെൻഡറിൻ്റെ സഹായത്തോടെ ഇവർ അതിൽ ജെൻറ്റിലായിട്ട് അജിറ്റേറ്റ് ചെയ്തു. എന്ന് പറഞ്ഞാൽ ഒരു ബ്ലെൻഡറിൽ പതുക്കെ ഇളക്കി ടു റിമൂവ് ദ വൈറസ് പാർട്ടിക്കിൾ ഫ്രം ദി ബാക്ടീരിയ. വൈറസ് പാർട്ടിക്കിൾസ് ബാക്ടീരിയയിൽ നിന്ന് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തത്. ഇങ്ങനെ ഒരു സ്റ്റെപ്പ് ഉള്ളതുകൊണ്ടാണ് ഈ എക്സ്പെരിമെൻറ്റിനെ ബ്ലെൻഡർ എക്സ്പെരിമെൻറ്റും എന്ന് വിളിക്കുന്നത്. പിന്നീട് അവർ സെൻട്രിഫ്യൂഗേഷൻ നടത്തി ലൈറ്റർ വൈറസ് പാർട്ടിക്കിളും ഹെവിയർ ബാക്ടീരിയൽ സെല്ലും സെപ്പറേറ്റ് ചെയ്തു.
പിന്നീട് അവർ ഒബ്സർവ് ചെയ്തപ്പോൾ കണ്ട കാര്യമാണ് ഇനി പറയുന്നത്. ബാക്ടീരിയ ഇൻഫെക്റ്റഡ് വിത്ത് വൈറസസ് ഹാവിങ് റേഡിയോ ആക്റ്റീവ് DNA were റേഡിയോ ആക്റ്റീവ്. ദാറ്റ് ഈസ് DNA had passed from virus to bacteria. റേഡിയോ ആക്റ്റീവ് DNA ഉള്ള വൈറസിനെ കൊണ്ട് ഇൻഫെക്റ്റ് ചെയ്ത ബാക്ടീരിയകളെല്ലാം റേഡിയോ ആക്റ്റീവായി. കാരണം DNA ബാക്ടീരിയയുടെ ഉള്ളിലേക്ക് എൻ്റർ ചെയ്തു. ജെനറ്റിക് മെറ്റീരിയലാണ് ഈ ഉള്ളിലേക്ക് എൻ്റർ ചെയ്യുക. അതിൽ നിന്നും DNA ജെനറ്റിക് മെറ്റീരിയൽ എന്ന നിഗമനത്തിൽ അവർക്കെത്താൻ കഴിഞ്ഞു. ബാക്ടീരിയ ഇൻഫെക്റ്റഡ് വിത്ത് വൈറസസ് ഹാവിങ് റേഡിയോ ആക്റ്റീവ് പ്രോട്ടീൻസ് വേർ നോട്ട് റേഡിയോ ആക്റ്റീവ്. പ്രോട്ടീൻസ് ഡിഡ് നോട്ട് എൻ്റർ ദി ബാക്ടീരിയ ഫ്രം ദി വൈറസസ്. റേഡിയോ ആക്റ്റീവ് പ്രോട്ടീൻസ് ഉള്ള വൈറസിനെ കൊണ്ട് ഇൻഫെക്റ്റ് ചെയ്ത ബാക്ടീരിയകളൊന്നും റേഡിയോ ആക്റ്റീവ് ആയില്ല. കാരണം പ്രോട്ടീന് സെല്ലിൻ്റെ ഉള്ളിലേക്ക് കടക്കാൻ പറ്റില്ല. സെല്ലിൻ്റെ ഉള്ളിലേക്ക് കടന്നത് DNA ആണ്. അതാണെങ്കിൽ റേഡിയോ ആക്റ്റീവ് അല്ല. അതുകൊണ്ട് റേഡിയോ ആക്റ്റീവ് പ്രോട്ടീൻസ് ഉള്ള വൈറസിനെ കൊണ്ട് ഇൻഫെക്റ്റ് ചെയ്ത ബാക്ടീരിയകളൊന്നും റേഡിയോ ആക്റ്റീവ് ആയില്ല. ഇതിൽ നിന്നും വൈറസിൽ നിന്ന് ബാക്ടീരിയയിലേക്ക് എൻ്റർ ചെയ്യുന്നത് DNA ആണ്, പ്രോട്ടീൻ എൻ്റർ ചെയ്യുന്നില്ല എന്ന് ഇവർക്ക് പ്രൂവ് ചെയ്യാൻ പറ്റി. അഥവാ DNA ആണ് ജെനറ്റിക് മെറ്റീരിയൽ എന്ന് പ്രൂവ് ചെയ്യാൻ പറ്റി. ഇവരെ നടത്തിയ എക്സ്പെരിമെൻറ്റിൻ്റെ ഒരു ടെക്സ്റ്റ് ബുക്കിലുള്ള ചിത്രമാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. എക്സ്പെരിമെൻറ്റിൻ്റെ പല സ്റ്റെപ്പുകൾ ഇതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാം. ഇത് റേഡിയോ ആക്റ്റീവ് സൾഫർ മീഡിയത്തിൽ വളർത്തിയ വൈറസുകളാണ്. അതിൻ്റെ പ്രോട്ടീൻ കോട്ട് റേഡിയോ ആക്റ്റീവ് ആവും, DNA റേഡിയോ ആക്റ്റീവ് അല്ല. ഇത് റേഡിയോ ആക്റ്റീവ് ഫോസ്ഫറസ് മീഡിയത്തിൽ വളർത്തിയ വൈറസുകളാണ്. അവരുടെ DNA റേഡിയോ ആക്റ്റീവ് ആയിരിക്കും, പ്രോട്ടീൻ കോട്ട് റേഡിയോ ആക്റ്റീവ് അല്ല. ഇത്തരം വൈറസുകളെ കൊണ്ട് അവരാദ്യം ബാക്ടീരിയകളെ സെപ്പറേറ്റായിട്ട് ഇൻഫെക്റ്റ് ചെയ്യിപ്പിച്ചു. അതിനുശേഷം ബ്ലെൻഡിങ് നടത്തി. ബ്ലെൻഡിങ് നടത്തുമ്പോൾ ഈ ബാക്ടീരിയ സെല്ലിൽ അറ്റാച്ച് ചെയ്തിട്ടുള്ള വൈറൽ പാർട്ടിക്കിളെല്ലാം സെപ്പറേറ്റ് ചെയ്ത് പോവും. പിന്നീട് സെൻട്രിഫ്യൂഗേഷൻ നടത്തി. സെൻട്രിഫ്യൂഗേഷൻ നടത്തുമ്പോൾ വൈറൽ പാർട്ടിക്കിൾ ഒരു ഭാഗത്തും ബാക്ടീരിയൽ സെല്ല് മറ്റൊരു ഭാഗത്തുമായിട്ട് അത് സെറ്റിലാവും. അങ്ങനെ സെൻട്രിഫ്യൂഗേഷൻ നടത്തി ഇവർ ഒബ്സർവ് ചെയ്തപ്പോൾ കണ്ട കാര്യം, റേഡിയോ ആക്റ്റീവ് പ്രോട്ടീൻ ഉള്ള വൈറസിനെ കൊണ്ട് അറ്റാക്ക് ചെയ്ത ബാക്ടീരിയകളൊന്നും റേഡിയോ ആക്റ്റീവ് ആയില്ല. കാരണം പ്രോട്ടീൻ ഈ ബാക്ടീരിയയുടെ ഉള്ളിലേക്ക് എൻ്റർ ചെയ്യാത്തതുകൊണ്ട്. എന്നാൽ റേഡിയോ ആക്റ്റീവ് DNA ഉള്ള വൈറസിനെ കൊണ്ട് അറ്റാക്ക് ചെയ്ത ബാക്ടീരിയകളെല്ലാം റേഡിയോ ആക്റ്റീവായി. കാരണം DNA ആണ് ബാക്ടീരിയയുടെ ഉള്ളിലേക്ക് എൻ്റർ ചെയ്യുന്നത് എന്ന് കണ്ടെത്തി. ഇനി ഈ എക്സ്പെരിമെൻറ്റിൽ റേഡിയോ ആക്റ്റീവ് സൾഫറിനെ സൂപ്പർനാറ്റൻ്റെ സൊല്യൂഷനിൽ അവർക്ക് കാണാൻ പറ്റി. ഇതിൽ സൂപ്പർനാറ്റൻ്റെ സൊല്യൂഷനിൽ അത്തരം റേഡിയോ ആക്ടിവിറ്റി കാണാൻ പറ്റിയില്ല. കാരണം പ്രോട്ടീൻ കോട്ട് വൈറൽ കോട്ടുകളിലാണ് ഈ റേഡിയോ ആക്റ്റീവ് ഉള്ളത്. കാരണം ഇവിടെ റേഡിയോ ആക്റ്റീവ് ആയിട്ടുള്ളത് പ്രോട്ടീൻ കോട്ടാണ്. ഇവിടെ പ്രോട്ടീൻ കോട്ട് റേഡിയോ ആക്റ്റീവ് അല്ലാത്തത് കൊണ്ടാണ് സൂപ്പർനാറ്റൻ്റെ സൊല്യൂഷനിൽ അത് കണ്ടെത്താൻ പറ്റാത്തത്. DNA-യും RNA-യും തമ്മിലുള്ള ഡിഫറൻസ് നമ്മൾ ഫസ്റ്റ് ഇയറിൽ പഠിച്ചതാണ്, നമുക്കറിയാവുന്നതാണ്. DNA പൊതുവെ ഡബിൾ സ്റ്റാൻഡേർഡാണ്, RNA സിംഗിൾ സ്റ്റാൻഡേർഡാണ്. DNA-യിലുള്ള നൈട്രജൻ ബേസുകളാണ് അഡിനിൻ, ഗുവാനിൻ, സൈറ്റോസിൻ ആൻഡ് തൈമിൻ. എന്നാൽ RNA-യിലുള്ളത് അഡിനിൻ, ഗുവാനിൻ, സൈറ്റോസിൻ ആൻഡ് യുറാസിലാണ്. DNA-യിലെ തൈമിന് പകരം RNA-യിലെ യുറാസിലാണ് ഉണ്ടാവുക. DNA-യിലുള്ള ഷുഗറാണ് ഡിയോക്സി റൈബോ ഷുഗർ, എന്നാൽ RNA-യിലുള്ളത് റൈബോ ഷുഗറാണ്. DNA-യുടെ സ്ട്രക്ചർ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചതാണ്. അതിൽ നിന്നും ഇത്രയും വ്യത്യാസങ്ങളാണ് RNA-ക്കുള്ളത്. DNA-യുടെ ജെനറ്റിക് മെറ്റീരിയൽ എന്ന് ഹെർഷി ചേസ് എക്സ്പെരിമെന്റിലൂടെ പ്രൂവ് ചെയ്തതുമാണ്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ജെനറ്റിക് മെറ്റീരിയൽ ആവണമെങ്കിൽ ചില പ്രോപ്പർട്ടീസ് വേണം, ചില ക്വാളിറ്റീസ് വേണം, ചില ക്യാരക്ടേഴ്സ് വേണം. ജെനറ്റിക് മെറ്റീരിയൽസിന് ഉണ്ടായിരിക്കേണ്ട ക്യാരക്ടേഴ്സ് എന്തൊക്കെയാണെന്നാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. ജെനറ്റിക് മെറ്റീരിയലിന് ഉണ്ടാവേണ്ട പ്രോപ്പർട്ടീസാണ് നമ്മളിനി പറയാൻ പോകുന്നത്. ഒന്ന്, എബിലിറ്റി ടു ജനറേറ്റ് ഇറ്റ്സ് റെപ്ലിക്ക ഓർ റെപ്ലിക്കേഷൻ. റെപ്ലിക്കേഷൻ നടത്താനുള്ള എബിലിറ്റി ഉണ്ടാവണം. രണ്ട്, കെമിക്കൽ ആൻഡ് സ്ട്രക്ചറൽ സ്റ്റെബിലിറ്റി. ഒരു ജെനറ്റിക് മെറ്റീരിയൽ ആവണമെങ്കിൽ അത് കെമിക്കലി ആൻഡ് സ്ട്രക്ചറലി സ്റ്റേബിൾ ആയിരിക്കണം.
3. പ്രൊവൈഡ് ദ മ്യൂട്ടേഷൻസ് നീഡഡ് ഫോർ എവല്യൂഷൻ. മ്യൂട്ടേഷന് സ്കോപ്പ് വേണം. മ്യൂട്ടേഷന് സ്കോപ്പ് ഉണ്ടെങ്കിലേ എവല്യൂഷൻ നടക്കുള്ളൂ. 4. എബിലിറ്റി ടു എക്സ്പ്രസ് ആസ് മെൻഡേലിയൻ ക്യാരക്ടേഴ്സ്. മെൻഡേലിയൻ ക്യാരക്ടേഴ്സായിട്ട് എക്സ്പ്രസ് ചെയ്യാനുള്ള എബിലിറ്റി ഉണ്ടാവണം. ഇത്രയും പ്രോപ്പർട്ടീസ് ഉണ്ടെങ്കിലേ ജനറ്റിക് മെറ്റീരിയൽ ആവുള്ളൂ. DNA-ക്കും RNA-ക്കും ഇത്തരം പ്രോപ്പർട്ടീസ് ഉണ്ട്. അതുകൊണ്ട് DNA-യും RNA-യും ജനറ്റിക് മെറ്റീരിയലാണ്. അപ്പോൾ ജനറ്റിക് മെറ്റീരിയലിന് ഉണ്ടാവേണ്ട പ്രോപ്പർട്ടീസ് അല്ലെങ്കിൽ ക്യാരക്ടേഴ്സ് എന്തൊക്കെയെന്ന് ചോദിച്ചാൽ ഈ 4 പോയിൻ്റാണ് എഴുതേണ്ടത്. DNA-യും RNA-യും ജനറ്റിക് മെറ്റീരിയലാണ്. അതിനുള്ള റീസൺസ് ചോദിച്ചാലും ഈ 4 പോയിൻ്റുകളാണ് എഴുതേണ്ടത്. കാരണം ഈ 4 പ്രോപ്പർട്ടീസ് ഉള്ളതുകൊണ്ടാണ് DNA-യും RNA-യും ജനറ്റിക് മെറ്റീരിയൽ ആയത്. ഒരു ജനറ്റിക് മെറ്റീരിയൽസിന് ഉണ്ടായിരിക്കേണ്ട ക്യാരക്ടേഴ്സ് നമ്മൾ മനസ്സിലാക്കി. DNA-യും RNA-യും ജനറ്റിക് മെറ്റീരിയൽ ആണെന്ന് നമുക്കറിയാം. ഇനി ഇതിൽ DNA ആണോ RNA ആണോ ബെറ്റർ ജനറ്റിക് മെറ്റീരിയൽ? നമ്മളടക്കമുള്ള മിക്ക ജീവികളിലും ജനറ്റിക് മെറ്റീരിയൽ DNA ആണ്. എന്നാൽ ചില വൈറസുകൾക്ക് മാത്രമാണ് RNA ജനറ്റിക് മെറ്റീരിയൽ ആയിട്ടുള്ളത്. ഇപ്പോൾ 99.99% ജീവികളിലും കാണുന്ന ജനറ്റിക് മെറ്റീരിയലായ DNA ആണോ അതോ ചില വൈറസുകളിൽ മാത്രം കാണുന്ന ജനറ്റിക് മെറ്റീരിയലായ RNA ആണോ ബെറ്റർ ജനറ്റിക് മെറ്റീരിയൽ? ഏതായിരിക്കും? DNA ആണോ RNA ആണോ ബെറ്റർ ജനറ്റിക് മെറ്റീരിയൽ? DNA ആണ് RNA-ക്കാളും ബെറ്റർ ജനറ്റിക് മെറ്റീരിയൽ. DNA is the better genetic material than RNA because DNA is more stable and less reactive than RNA. DNA-ക്ക് RNA-ക്കാളും സ്റ്റെബിലിറ്റി കൂടുതലാണ്, റിയാക്ഷൻ കുറവാണ്. അതുകൊണ്ട് DNA ആണ് RNA-ക്കാളും ബെറ്റർ ജനറ്റിക് മെറ്റീരിയൽ. എക്സാമിനൊക്കെ ചോദിക്കാം, DNA RNA-ക്കാളും ബെറ്റർ ജനറ്റിക് മെറ്റീരിയൽ ആണ്, കാരണം എന്ത്? അതിനുള്ള ഉത്തരം DNA is more stable and less reactive than RNA. The presence of thymine at the place of uracil also confers additional stability to DNA. RNA-ക്കാളും DNA-ക്ക് സ്റ്റെബിലിറ്റി കൂടാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം യുറാസിലിൻ്റെ സ്ഥാനത്ത് DNA-യിൽ തൈമിനാണ്. ഈ തൈമിനാണ് DNA-ക്ക് അഡീഷണൽ സ്റ്റെബിലിറ്റി നൽകുന്നത്. സ്റ്റെബിലിറ്റി കൂടുതലായതുകൊണ്ടാണ് DNA RNA-ക്കാളും ബെറ്റർ ജനറ്റിക് മെറ്റീരിയൽ ആയത്. DNA-ക്ക് സ്റ്റെബിലിറ്റി കൂടുതലാണെന്ന് പറഞ്ഞു, അതുകൊണ്ടാണ് DNA RNA-ക്കാളും ബെറ്റർ ജനറ്റിക് മെറ്റീരിയൽ ആയത്. അപ്പോൾ RNA കമ്പാരിറ്റീവ്ലി അൺസ്റ്റേബിൾ ആണ്. അതുകൊണ്ടാണ് RNA വൈറസുകൾ എന്ന് പറഞ്ഞാൽ ജനറ്റിക് മെറ്റീരിയൽ RNA ആയ വൈറസുകൾ വളരെ വേഗത്തിൽ മ്യൂട്ടേറ്റ് ചെയ്യുന്നത്. മ്യൂട്ടേറ്റ് ആൻഡ് ഇവോൾവ് ഫാസ്റ്റർ. RNA is unstable, so RNA viruses mutate and evolve faster. For the storage of genetic information, DNA is better due to its stability. But for the transmission of genetic information, RNA is better. Genetic information store ചെയ്യുന്നതിന് DNA-യും ജനറ്റിക് ഇൻഫർമേഷൻ്റെ ട്രാൻസ്മിഷന് RNA-യുമാണ് ബെറ്റർ ആയിട്ടുള്ള ജനറ്റിക് മെറ്റീരിയൽ. RNA ആണ് ഫസ്റ്റ് ജനറ്റിക് മെറ്റീരിയൽ. RNA ജനറ്റിക് മെറ്റീരിയലായിട്ടും കാറ്റലിസ്റ്റായിട്ടും ആക്ട് ചെയ്യുന്നുണ്ട്. DNA ഇവോൾവ്ഡ് ഫ്രം RNA ഫോർ സ്റ്റെബിലിറ്റി. RNA-യിൽ നിന്ന് ക്രമേണ DNA ഇവോൾവ് ചെയ്ത് ഉണ്ടാവുകയാണ്, കൂടുതൽ സ്റ്റെബിലിറ്റി നേടുകയും ചെയ്തു. ഇത്രയാണ് DNA, RNA എന്നിവയെക്കുറിച്ചും DNA-യും RNA-യും ജനറ്റിക് മെറ്റീരിയൽ ആവാനുള്ള റീസൺസെ കുറിച്ചും DNA RNA-ക്കാളും ബെറ്റർ ജനറ്റിക് മെറ്റീരിയൽ ആവാനുള്ള റീസണും ഒക്കെ ഇത്രയും കാര്യങ്ങളാണ് ഉള്ളത്.